ബ്രിട്ടനിലും മുസ്ലിം പ്രീണന രാഷ്ട്രീയം നടപ്പാക്കുന്നതായി ആരോപണം. 1400-ലേറെ പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ട സംഭവത്തിൽ ദേശീയ ഏജൻസികളുടെ അന്വേഷണം ലേബർ പാർട്ടി സർക്കാർ തള്ളിയിരുന്നു. പാകിസ്ഥാനികൾക്കെതിരായ നടപടിയായതിനാലാണ് ലേബർ പാർട്ടി പ്രീണന നയം സ്വീകരിക്കുന്നതെന്നാണ് ആരോപണം. ബ്രിട്ടനിൽ ഭരണകക്ഷിയായ ലേബർ പാർട്ടി മുസ്ലിം പ്രീണന വോട്ട് ബാങ്ക് രാഷ്ട്രീയം നടപ്പാക്കുന്നതായാണ് ആരോപണമുയരുന്നത്. ലൈംഗികാതിക്രമങ്ങൾ നടത്തിയ പാകിസ്ഥാൻ വംശജർക്കെതിരെ നടപടികളിൽ വീഴ്ച വരുത്തുന്നു എന്നാണ് ആരോപണം. ഭരണകക്ഷിയായ ലേബർ പാർട്ടിക്കെതിരെ കൺസർവേറ്റീവുകൾ രൂക്ഷ വിമർശനമാണ് ഉയർത്തുന്നത്. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ലൈംഗിക പീഡനത്തിനിരയാക്കിയ സംഭവങ്ങളിൽ ദേശീയതല അന്വേഷണം വേണമെന്ന ആവശ്യം പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ തള്ളി. ഓൾഡ്ഹാം, റോത്തർഹാം, ടെൽഫോർഡ് എന്നിവിടങ്ങളിൽ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെ ലൈംഗിക അതിക്രമത്തിന് വിധേയമാക്കിയ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. 1400-ലേറെ പെൺകുട്ടികളാണ് ഇത്തരത്തിൽ പീഡിപ്പിക്കപ്പെട്ടത്. Children were picked up from outside school gates. Teachers knew. Pastoral teams went looking for children and picked them up from houses. And these are 14-year-old girls, white girls, 14-year-old working class, from houses with Asian men, men in their 30s, 40s, 50s. There's statutory safeguarding protocols that should have been followed. All of that went by the wayside. Of course, the classic takeaways and the nighttime economy went, but it was organised. It was organised. Shabir Ahmed, the ringleader of the Rochdale grooming gang, worked out of a community centre. ആക്രമിച്ച സംഘത്തിൽ പ്രധാനമായും പാകിസ്ഥാനി വംശജരാണ്. ഇവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് ആരോപണം. ഇക്കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ വിഷയം ചർച്ചയാവുകയും ഇലോൺ മസ്ക്, ഹാരി പോട്ടർ സീരീസ് കഥാകാരി ജെ.കെ. റൗളിംഗ് തുടങ്ങിയവർ സമൂഹ മാധ്യമങ്ങളിൽ പ്രതിഷേധവുമായി എത്തുകയും ചെയ്തു. 2022-ൽ സംഭവത്തിൽ ദേശീയ അന്വേഷണം വേണമെന്ന് ലേബർ പാർട്ടി പോലും ആവശ്യപ്പെട്ടിരുന്നു. തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷം നേടിയതിനു ശേഷം ലേബർ പാർട്ടി നിലപാട് മാറ്റുകയായിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.